ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വർക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വർക്കാണ്. നോർമലി ചെയ്യുന്നതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. നമുക്കെപ്പോഴും കല്യാണ വരമാലകളാണ് പ്രിസർവ് ചെയ്യാനായിട്ട് കിട്ടാറുള്ളത്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീച്ചറിൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ. ആ ടീച്ചറിന് ഏറ്റവും ഹാപ്പിയസ്റ്റും അതുപോലെ സാഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണെന്ന് പറയുന്നത്. അപ്പോൾ അന്ന് കിട്ടിയ ആ ഒരു ഫ്ലവർ ബൊക്കയിലെ ഫ്ലവേഴ്സ് എന്നും ടീച്ചറിന് അതുപോലെ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിസർവ് ചെയ്ത് കൊടുക്കാനായിട്ട് ടീച്ചറിൻ്റെ മകൾ നമ്മൾ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്തത്. നമുക്കറിയാം, റെസിൻ വർക്ക് എന്ന് പറയുന്നത് മറ്റേതൊരു വർക്കിനേക്കാളും കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ്. അതിൻ്റെ ബേസ് ലെയർ ആയാലും നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഈ കിട്ടുന്ന ഫ്ലവേഴ്സ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന കളർ പോകാതെ തന്നെ ഡ്രൈ അധികം ഉണങ്ങാൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഫ്ലവർ പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഫ്ലവേഴ്സ് നല്ല രീതിക്ക് പ്രിസർവ് ചെയ്യണമെങ്കിൽ നല്ല രീതിക്ക് ഡ്രൈ ആക്കണം. ഡ്രൈ ആയി കഴിഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ ബേസ് ലെയർ നല്ല രീതിക്ക് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റെസിൻ ഒഴിച്ച് ആ ഒരു ബേസ് ലെയർ നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. അത് നല്ല രീതിക്ക് ബേസ് ലെയർ സെറ്റ് ചെയ്ത് ആ ഒരു ബേസ് ലെയർ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം, അതായത് ആ ഒരു ബേസ് ലെയറാണ് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യുന്നത്. അത് നല്ല ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയാലേ നമുക്ക് നെക്സ്റ്റ് വർക്ക് നല്ല രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡേ കൊണ്ടോ 2 ദിവസം കൊണ്ടോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കല്ല റെസിൻ വർക്ക് എന്ന് പറയുന്നത്. ഞാൻ വേറെയും ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാറുണ്ട്, ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യാറുണ്ട്, നെയിം സ്ലിപ്പ്, അങ്ങനെ കുറേ വർക്ക് ചെയ്യാറുണ്ട്. പക്ഷേ നോർമലി ചെയ്യുന്ന വർക്കിൽ നിന്നും കുറച്ച് ടൈം എടുത്തും കുറച്ച് ക്ഷമയും എല്ലാം വേണ്ട ഒരു വർക്കാണ് റെസിൻ വർക്ക് എന്ന് പറയുന്നത്. ഈ ബേസ് ലെയർ നല്ല രീതിക്ക് സെറ്റായാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് നല്ല രീതിക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഈ എല്ലാ സ്ഥലങ്ങളിലും എത്തണ രീതിക്കാണ് നമ്മൾ റെസിൻ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ബേസ് ലെയറിലെ റെസിൻ കംപ്ലീറ്റ്ലി 24 hours എടുത്ത് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു ബേസ് ലെയർ നല്ല രീതിയിൽ ഡ്രൈ ആയില്ലെങ്കിൽ ഫ്ലോപ്പായി തന്നെ പോകും. അപ്പോൾ ബേസ് ലെയർ എന്നും നല്ല സൂപ്പറായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ലെയറിലേക്ക് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റുള്ളൂ. നമ്മൾ ഈ ഒരു പിങ്കിഷ് കളർ നമ്മൾ ഈ ബേസ് ലെയറിൽ കൊടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലവറായിട്ട് കുറച്ചും കൂടി മാച്ചായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് പിങ്ക് കളർ കൊടുത്തത്. പിന്നെ നമുക്ക് ആ റെസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫ്ലവേഴ്സ് ഡ്രൈ ആയി കഴിഞ്ഞു. പക്ഷെ എന്നാലും ചില ഐറ്റംസൊക്കെ, ചില ഫ്ലവേഴ്സൊക്കെ നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ നമ്മൾ ഡ്രൈ ആക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു വെള്ള കളറിലെ പൂക്കളുണ്ടായിരുന്നു. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണേ. അപ്പോൾ അത് നല്ല രീതിക്ക് എല്ലാ ഫ്ലവേഴ്സും നമ്മൾ ആദ്യം തന്നെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ആ ഒരു റെസിൻ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് ലെയറിൽ വർക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഫോട്ടോ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. അത് നമ്മൾ റെസിൻ വർക്കിലൊക്കെ നമ്മൾ നോർമലി ഡയറക്റ്റായിട്ട് ഫോട്ടോ എടുത്ത് വെക്കാറില്ല. ആ ഫോട്ടോൻ്റെ ക്വാളിറ്റി നമുക്ക് ഡയറക്റ്റായിട്ട് പോകാതിരിക്കാൻ റെസിൻ നമ്മൾ ഒഴിക്കില്ല. അതിന് പകരം ഫോട്ടോ ലാമിനേറ്റ് ചെയ്തിട്ട് ശേഷമാണ് നമ്മൾ ഈ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഫോട്ടോ ലാമിനേറ്റ് ചെയ്ത് നടക്ക് സെൻറ്ററിലായിട്ട് വെച്ചിട്ട് അതിന് ചുറ്റും ഓരോ ഫ്ലവേഴ്സും, അത് ഓരോ ഫ്ലവേഴ്സിന് മാത്രമല്ല, ആ ഓരോ ഫ്ലവറിൽ നിന്നുള്ള പെറ്റൽസ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യാറുള്ളത്. അതിൽ ഓരോ സെപ്പൽസും നല്ല ഭംഗിയിൽ ഓരോന്ന് വളരെ ടൈം എടുത്തിട്ട്, ഏറ്റവും ഈ റെസിൻ വർക്കിൽ തന്നെ ഏറ്റവും ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഈ പെറ്റൽസ്, അതിലുള്ള ഓരോ പെറ്റൽസ് അറേഞ്ച് ചെയ്ത് വെക്കുന്ന എന്ന് പറയുന്നത്. ഇത് നമ്മൾ നല്ല രീതിക്ക് ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചാലാണ് നമുക്കത് നല്ല രീതിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫ്ലവേഴ്സ്, നല്ല കളറായിട്ട് നിൽക്കുന്ന ഫ്ലവേഴ്സിൽ ഉള്ള ഇതളുകൾ നോക്കിയാണ് നമ്മളെടുത്ത് ഓരോന്നായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കുന്നത്. നല്ല കെയർ കൊടുത്തിട്ട് നമ്മൾ ടൈം എടുത്താണ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത്. ഏറ്റവും നമ്മൾ ക്ഷമ എടുത്ത് ചെയ്യുന്ന ഒരു വർക്കാണ് റെസിൻ വർക്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്ക് എത്ര ക്ഷമയോടെ ഇരിക്കാൻ പറ്റുമെന്ന്. നമുക്ക് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ട് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ എത്ര ടൈം വേണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടി കളയാനായിട്ട് നമുക്ക് തോന്നും. നമ്മൾ നല്ല രീതിക്ക് അത് ഇഷ്ടപ്പെട്ടൊരു വർക്ക് ചെയ്യുന്നതും നമ്മൾ ആ ഒരു വർക്ക് ഇഷ്ടത്തോടെ അല്ലാതെ ചെയ്യുന്നത് രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ടൈം എടുത്തിട്ടാണ് ഓരോ പൂവിൻ്റെ ഇതളുകളും അറേഞ്ച് ചെയ്ത് വെച്ചത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റെസിൻ ആ ഓരോ ഇതളുകളിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഓരോ ഇതളുകളും അവിടെ നല്ല രീതിക്ക് അത് നീങ്ങിപ്പോവാത്ത രീതിയിൽ പയ്യെ കുറച്ചായിട്ടാണ് റെസിൻ ആദ്യം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്.
ആ ഓരോ റെസിൻ നല്ല രീതിക്ക് ഒഴിച്ചാൽ മാത്രമേ നല്ല ഭംഗിയിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിക്ക് ക്ഷമയോട് കൂടി നമ്മൾ ഈ റെസിൻ ഒഴിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് കയ്യിൽ കയ്യോറയൊക്കെ ഇട്ട് നമ്മൾ ഈ വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിൻ എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ഒരു പച്ചവെള്ളം പോലെ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണെങ്കിലും അതൊരു പച്ചവെള്ളമല്ല, അതൊരു കെമിക്കൽ ഒരുപോലത്തെ ഒരു മെറ്റീരിയലാണ്. എക്സാക്റ്റ് എനിക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും നമുക്കത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കണം. നമ്മൾ മാസ്കും അതുപോലെ തന്നെ ഗ്ലൗസും നമ്മുടെ സേഫ്റ്റി, നമ്മൾ ഏതൊരു വർക്ക് ചെയ്താലും നമ്മൾ സേഫ്റ്റി നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് വർക്ക് ചെയ്യാനത്. ഇപ്പോൾ ആദ്യമായിട്ട് റെസിൻ വർക്ക് പരീക്ഷിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവും ചില ആൾക്കൊക്കെ. പക്ഷെ നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഗ്ലൗസും അതുപോലെ തന്നെ മാസ്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാറുള്ളത്. ഒരു കയ്യിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം നമുക്കത് പിടിക്കാനുള്ള ഒരു ഇത് കൊണ്ടാണ് നമ്മൾ അതിൽ ഗ്ലൗസ് ഇടാത്തത്. ഒരു കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാറുള്ളത്. നമ്മൾ നല്ല രീതിക്ക് റെസിൻ എല്ലായിടത്തും ഫില്ലാവുന്ന രീതിയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ടാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ലാസ്റ്റ് ലെയർ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി അടുത്തത് ഒരു ടോപ്പ് മോസ്റ്റ് ലെയർ ലാസ്റ്റ് ഫൈനൽ കോട്ട് പോലെ ചെയ്യും. അതിന് മുന്നേ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് നല്ല രീതിക്ക് അത് ഉരച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് റെസിൻ ഒഴിച്ച് കംപ്ലീറ്റ് ആ വർക്ക് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ഇതുപോലെ ഷൈനിങ് ആയിട്ട് നമ്മളുടെ വർക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ.